ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലാവൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് നല്ല ചെളിയൊക്കെയുള്ള അഴുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു മാലയെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ തിളക്കത്തോടു കൂടി, അതായത് നമ്മൾ ഷോപ്പിലൊക്കെ പോയി റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ റിസൾട്ട് എനിക്ക് അത്ര ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അതുപോലത്തെ റിസൾട്ടിലാണ് നിങ്ങൾ ഈ ക്ലാവ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല പോലെ ക്ലാവും അഴുക്കും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഇത് ജസ്റ്റ് നല്ലതുപോലെ നോക്കുക. ലാസ്റ്റ് നമ്മളിത് ചെയ്യുന്ന ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതെ ആദ്യം തന്നെ നമ്മളൊരു പഴയ പാത്രം എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് പിഴുപുളിയാണ്, അതായത് വാളംപുളി കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ ചെറിയൊരു ബോളിൻ്റെ അത്രയുള്ള കുറച്ച് പുളി എടുക്കുക. അത് നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് നല്ലതുപോലെ കൈവച്ചിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. നല്ലപോലെ ആ വെള്ളത്തിനകത്ത് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ മാല ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട്, അതായത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കേട്ടോ. ഇതിനു വേണ്ടി ഇത് റെഡിയാക്കാൻ വേണ്ടി പുറത്ത് പോയി ഒന്നും വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു രീതി ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ അഴുക്ക് പിടിച്ച മാല, ക്ലാവൊക്കെ പിടിച്ച മാല നമ്മൾ അതിനകത്തോട്ട് ഇട്ടൊന്ന് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു പിഞ്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കാരണം ആ മാലയിലുള്ള ക്ലാവും അഴുക്ക് ചെളിയെല്ലാം നമ്മുടെ ഈ ഒരു പുളിവെള്ളത്തിലോട്ട് ഇറങ്ങുകയും വേണം. അതേ സമയം തന്നെ നമ്മുടെ മാലയ്ക്ക് കളർ കിട്ടുകയും വേണം കേട്ടോ. അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം 5 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഏത് പാത്രമാണ് അടുപ്പിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ആ പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ഒരു പുളിവെള്ളവും മഞ്ഞൾപ്പൊടിയും മാലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, നമ്മൾ ആ പാത്രം കഴുകി ഒഴിക്കാനുള്ള ഒരു വെള്ളം മാത്രം ഉപയോഗിക്കുക. ഓവർ വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് എൻ്റെ വോയിസ് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയറായി കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ നല്ല മഴ പെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ അടുപ്പിൽ കൊണ്ടുവെക്കുക. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇത് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് പുളിക്ക് പകരം നാരങ്ങാനീരായാലും ഉപയോഗിക്കാം കേട്ടോ. നാരങ്ങാനീര് ഒഴിച്ചിട്ട് മാല ഇതുപോലെ മഞ്ഞൾപ്പൊടി മുക്കി വെക്കാം കേട്ടോ, പുളിക്ക് പകരം. അപ്പോൾ മാല നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തിളയ്ക്കുന്ന സമയം നമ്മൾ മാല ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാവേ. ഈ ഒരു രീതി നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. മാലയോ വളയോ നമ്മുടെ ഇമിറ്റേഷൻ്റെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നല്ല വില കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. എന്നിട്ടിതൊന്ന് ചീത്തയായി പ്ലാവൊക്കെ പിടിച്ച് കറുത്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അവർ പൈസയ്ക്ക് തന്നെ ആയിരിക്കും ചെയ്തു തരുന്നത്. അപ്പോൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കളയുകയാണ് പതിവ്. ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്നതോ അങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള മാലയോ വളയൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് 100% ഉറപ്പാട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് തണുത്ത പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ മാലയൊന്ന് ജസ്റ്റ് ചൂടൊന്ന് മാറാൻ വേണ്ടി ആ പച്ചവെള്ളത്തിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്യാൻ പോവുകയാണേ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷാമ്പു ആണ്, ചെറിയൊരു ഷാമ്പു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഇപ്പം തന്നെ നല്ലതുപോലെ ക്ലാവെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി നല്ല പോലെ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയൊരു ബ്രഷ് എടുക്കുക. അതിനകത്തോട്ട് ഞാനിപ്പം ക്ലിനിക് പ്ലസിൻ്റെ നമ്മുടെ ഒരുപാട് ഷാമ്പു ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ഉണ്ടെങ്കിലും എടുക്കാം. പേസ്റ്റ് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മുടെ മാലയൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ഇതുപോലൊന്ന് എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മാല നല്ല പോലൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഇതിൻ്റെ കണ്ണുകളിൽ എവിടെയെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ മാല നിങ്ങൾ കണ്ടല്ലോ, നല്ല പോലെ തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ഉരച്ച് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ അവസാനിക്കും. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഴുക്കുണ്ടെങ്കിൽ പോകാനും ഓവർ മഞ്ഞ കളറ്
ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് അങ്ങ് പൊയ്ക്കോളും കേട്ടോ. നമുക്ക് ഓവറായിട്ട് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കഴുകുമ്പോൾ അങ്ങ് പൊക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാലയ്ക്ക് നല്ലൊരു തിളക്കം കിട്ടാനാണ്. ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഓവർ മഞ്ഞ കളർ മാറി, അതായത് നമ്മൾ സ്വർണ്ണമാലയൊക്കെ ഇടുന്ന പോലത്തെ ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ലാസ്റ്റ് കാണിക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഉരച്ച് കഴുകിയിട്ട് നമ്മൾ പിന്നെ കോട്ടൻ്റെ ഒരു തുണിക്കകത്ത് നല്ല പോലെ വെള്ളമയം ഫുള്ള് കളയണം കംപ്ലീറ്റ്. കാരണം ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിങ്ങളുടെ മാല ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ മാല ആദ്യം കാണിച്ചതുപോലെയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ആദ്യം നമ്മൾ ഈ മാല നിങ്ങളെ കാണിച്ചപ്പോൾ പച്ച കളറായിരുന്നു കൂടുതലല്ലേ, നല്ല ക്ലാവ് പിടിച്ച അഴുക്കൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ. ഇനി നമുക്ക് ഈ മാലയെ ഈ കളറിൽ നിന്ന് നമുക്കൊരു വേറൊരു കളറിലോട്ട് ആക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന ടിപ്പ് ഇതാണ്. നമ്മുടെ പൗഡറാണ്, ടാൽക്കം പൗഡർ കുറച്ചെടുക്കുക, അതിനകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. ഈ തിരുമ്മി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്വല്പം വെള്ളം പോലും നമ്മുടെ കയ്യിലോ ഈ മാലയിലോ കാണരുത്. എന്നിട്ട് നമ്മൾ അത്രയും നല്ലതായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ആ ഒരു ടാൽക്കം പൗഡറിനകത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം നമ്മുടെ മാല ഇവിടെ സൂപ്പറായിട്ട് നല്ല ഷൈനിങ്ങോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി, നല്ല ക്ലിയറായിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാലയുടെ ആ കൊളുത്തും മാലയും എല്ലാം കണ്ണികളെല്ലാം നല്ല സൂപ്പറായിട്ട് തിളക്കത്തോടു കൂടി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്നുകൂടെ അടുത്ത്. കണ്ടോ, ഞാൻ ആദ്യം കാണിച്ചപ്പം ഇത് ഫുള്ള് പച്ച കളറും ക്ലാവും അഴുക്കും ചെളിയും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് നോക്കി, നല്ല പോലെ നമ്മുടെ മാല നല്ല ഷൈനിങ്ങോടുകൂടി തന്നെ കളറോടുകൂടി കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് യാതൊരു ചിലവുമില്ല. പുളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഷാമ്പുവും ഒരു പഴയ ബ്രഷും ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും, പൗഡറും ഒക്കെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ടൈലയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അതപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇടയ്ക്കൊന്ന് കറണ്ട് പോയി കേട്ടോ. ജസ്റ്റ് ലാസ്റ്റ് കറണ്ട് പോയപ്പോൾ ഞാൻ വീണ്ടും കറണ്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളെ മാലയുടെ ആ ഒരു തിളക്കം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറയട്ടെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മടിക്കരുത്. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്നൊന്ന് കമൻ്റ് ഇടുക. കാരണം അത് കണ്ടാലേ മറ്റുള്ളവർക്കും വിശ്വാസം ആവത്തുള്ളൂ. ഞാനിതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി റിവ്യൂസ് വന്നിട്ടുണ്ട്. 100% റിസൾട്ട് കിട്ടിയവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ 1-2 പേര് കിട്ടിയില്ല, ഫേക്കാണെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അത് അത് എന്താണെന്ന് അറിയില്ല. എന്തായാലും 100-ൽ 98% പേരും റിസൾട്ട് കിട്ടിയവരാണ് നമുക്ക് കമൻ്റ് ഇടുന്നത് കേട്ടോ. തീരെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ ടൈലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ട് ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.